ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ മൈ ലൈഫ് ആക്കാം. ആദ്യം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ച് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് തയ്യാറാക്കുന്നത്. കുമ്പളം നല്ലോണം വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി പച്ചമുളകും വെളുത്തുള്ളിയും വല്യുള്ളിയും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചതാണത്. അത് വേവുന്ന സമയം കൊണ്ട് പത്തിരി ചുട്ടെടുക്കാം. ഇനി നമുക്ക് കുമ്പളത്തിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. ഒരു അര സ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി അത് കറി തൂമിക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് തൂമിച്ചതാണത്. ഇനി നമുക്ക് ചിക്കൻ പുരട്ട് തയ്യാറാക്കാം. 5 വല്യുള്ളിയിലേക്ക് കറിവേപ്പിലയും ചേർത്ത് 1 സ്പൂൺ നെയ്യും അല്പം വെളിച്ചെണ്ണ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മാളണം. അതിനുശേഷം 3 തക്കാളി കട്ട് ചെയ്തതും ചേർക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണല്ല 1.5 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് വറ്റിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. വല്യുള്ളിയും 3 പച്ചമുളകും വെണ്ടയ്ക്കയും 1 തക്കാളിയും ചേർത്താണ് ഞാൻ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. കുഴഞ്ഞു പോകാതെ കിട്ടും അങ്ങനെ ചെയ്താൽ. നല്ല ടേസ്റ്റും ആയിരിക്കും വെണ്ടക്ക മെഴുക്ക് പുരട്ടിക്ക്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കൻ പുരട്ട് തയ്യാർ. വെണ്ടക്ക മെഴുക്ക് പുരട്ടി. ഇനി എനിക്ക് പുറത്ത് പോകാനുണ്ട്. കൊയിലാണ്ടിയിലൊന്ന് പോകാനുണ്ടായിരുന്നു.